ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബി പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കുമെന്നല്ലേ പറയുന്നത്. അബിയാണെങ്കിൽ കള്ളത്തരം കൊണ്ട് മുങ്ങി നിൽക്കുകയാണ്. എന്നിട്ടും രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കമ്പനിയിലെ ചില കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത്. അബി ജ്വല്ലറിയിൽ നടത്തിയ ആ കള്ളസ്വർണത്തിൻ്റെ ഏർപ്പാട് മുഴുവൻ ആദർശനും മുത്തശ്ശനും കൂടി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിപ്പിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അബി അറസ്റ്റിലേക്ക് പോവാണ്. മുത്തശ്ശനാണെങ്കിൽ അബിക്ക് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുമുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അബി ജലജയോട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും നവ്യയും നയനയും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. നവ്യയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആദർശിനോടും അതുപോലെ നയനയോടും. എപ്പോഴും അവരെ കണ്ടു പഠിക്കാനാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ആദർശെന്ന് മുഴുവൻ കേൾക്കണ്ട, അവൾ കലി തുള്ളി ഇറങ്ങും. അപ്പം ജലജ പറയാണ്, എടാ നീ നല്ല രീതിയിൽ തന്നെ അവളെ എരിവ് കയറ്റി കൊടുത്തോണം. അവളുടെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ വിഷം കുത്തി വെക്കണം. എന്നാലേ ചേച്ചിയും അനിയത്തിയും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ ആ ചന്തുമോളുടെ കാര്യം പറഞ്ഞ് 2 പേരും കൂടെ ഉടക്കാണ്. ആ ഉടക്ക് നല്ല വെറുപ്പിലേക്കും. പണ്ടത്തെ പോലെ അനിയത്തിയും ചേടത്തിയും ഇവിടെ കിടന്ന് കടി പിടിക്കുന്നത് എനിക്ക് കാണണം. അപ്പം അബി പറയാ, അതിനൊന്നും ഒരുപാട് താമസമില്ലമ്മേ, ഇപ്പം തന്നെ അംഗം തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇനി ഞാൻ അത് പതുക്കെ അങ്ങ് വളർത്തി കൊണ്ടുവരും. അങ്ങനെയെങ്കിലും കണ്ട് സമാധാനിക്കാം എന്ന് പറയാണ് ജലജ. അപ്പം അബി പറയുന്നുണ്ട്, അമ്മ അതുമാത്രമല്ല, ഇനിയും പല കളികളും കാണാനുണ്ട്. പല രീതിയിലും പല കാര്യങ്ങളും കണ്ട് ഇനി നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ടെന്ന് പറയാണ്. അപ്പം ജലജ പറയാണ്, എടാ ആ അനിയുടെയും അനാമികയുടെയും കാര്യം നീ കാണുന്നില്ലേ? 2 കൂടി വെട്ടിപ്പിരിയുന്ന മട്ട. ഒരു കണക്കിനത് നല്ലതാ. അനാമികയുണ്ടല്ലോ, അവൾ ആള് ചെറിയ സിംഹമൊന്നും അല്ല. അവൾ ആരാന്നറിയാവോ? അവൾ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് പോലും ആപത്താണ്. പിന്നെ ഇപ്പം അവളുടെ സൈഡിൽ ചേർന്ന് ഞാനങ്ങ് നിൽക്കുന്നത് മറ്റേ ഏടത്തിയോടും അതുപോലെ നയനയോടും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ അനാമികയെ പോലൊരു വിഷവിത്ത് ഈ അനന്തപുരിയിലില്ല. അപ്പോൾ അബിയും പറയാണ്, പിന്നെ അവൾ സകല കളികളും പഠിച്ചവളാ. അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഫ്രോഡുകളാ. ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമുക്ക് പറ്റിയ കൂട്ട് അവൾ തന്നെയാണല്ലോ. സകലം ഒന്ന് എരിവ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ മുത്തശ്ശിയും വരെ അവൾ വരച്ച വരെ നിർത്തും. അതിനുള്ള കളികൾ ആ വേണുവും രേവതിയും നടത്തുകയും ചെയ്യും. അപ്പോൾ ഉടനെ ജലജ പറയാണ്, അതാ ഞാൻ അവളെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അവളുടെ പോക്കത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അബി പറയാം, അമ്മ എന്തെങ്കിലും കണ്ടോ? അവൾ അത്ര ശരിയല്ലെന്ന് എനിക്കും അറിയാം. ഞാൻ വഴി വെച്ച് പല സ്ഥലത്ത് വെച്ചും പലരുടെയും കൂടെ അവളെ കണ്ടിട്ടൊക്കെയുണ്ട്. എനിക്കും ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ജലജ പറയാണ്, ആഹാ നീ അതും കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ പോകാത്ത വഴി ഏതെങ്കിലും ഉണ്ടോ അമ്മേ? അപ്പം പിന്നെ ഞാനിതൊക്കെ കാണാതിരിക്കുമോ? ജലജ പറയാം, നിൻ്റെ പോക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട. നിൻ്റെ പോക്ക് കൊണ്ട് എന്തായാലും അനന്തപുരി പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം മാത്രം എന്തോ ഭാഗ്യം കൊണ്ട് ആ കൊച്ചു വന്ന് കയറി. അത് നിൻ്റെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ചങ്കിൽ തീയായിരുന്നു. നീയാണോ ഇങ്ങനൊരു പരിപാടി ഒപ്പിച്ചതെന്ന് ഓർത്തിട്ട്. പക്ഷേ അത് ആദർശിൻ്റെ ആണെന്നറിഞ്ഞപ്പം അവൻ എങ്ങനെ ഇരുന്നതാ? പൂച്ച പോലെ ഇരുന്നതല്ലേ. ഇപ്പം കണ്ടില്ലേ അവൻ്റെ കളികളൊക്കെ? അതോർക്കുമ്പോൾ മാത്രമാണ് എനിക്കിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതിലൊരു ത്രില്ല്. അപ്പം അബി പറയാ, അമ്മ ഇനിയും ത്രില്ലടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അബി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ. ആദർശ് ചന്തുമോളെ അങ്ങ് ഏറ്റെടുത്തല്ലോ, ഇനി എൻ്റെ തലയിലേക്ക് ഇതൊന്നും വരില്ലല്ലോ എന്ന് ഓർത്ത് തന്നെ അബി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യ ഇങ്ങനെ മാറിയതറി ഓർക്കുമ്പം നയനയ്ക്ക് ഭയങ്കര പ്രയാസമാകുക. നയന കനകയെ വിളിക്കുന്നുണ്ട്. അമ്മേ, എന്താന്ന് വെച്ചാൽ ഇപ്പം നവ്യേച്ചിക്ക് ആദർശേട്ടനോടും എന്നോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ്. പഴയതുപോലൊക്കെ ആവുകയാണ് ചേച്ചി എന്ന് പറയുക. അപ്പം കനക പറയുന്നുണ്ട്, അത് പിന്നെ അവൾ എങ്ങനെ പഴയതുപോലെ ആകാതിരിക്കും മോളെ? അങ്ങനത്തെ പണിയല്ലേ ആദർശ് ചെയ്തിരിക്കുന്നത്. നിന്നെ പോലെ വിശാല മനസ്സൊന്നും അവൾക്കില്ല. അവൾ എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പോഴേ പ്രതികരിക്കും. അതാ അവളുടെ സ്വഭാവം. നീ ആയിട്ടല്ലേ ആ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ട് കൊണ്ടു നടന്നിങ്ങനെ സ്നേഹിക്കുന്നത്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ മോളെ ഇത്? ഇപ്പോഴും അച്ഛനും ഞാനും കൂടി അത് സംസാരിച്ചതേ ഉള്ളൂ. നിനക്ക് ആദർശിൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ മോളെ. എന്തിനാ വെറുതെ?
കാര്യം ആദർശ് നല്ല സ്നേഹമുള്ളവനൊക്കെ ആയിരുന്നു. പക്ഷെ ഇതുപോലൊരു ചതി ഒപ്പിച്ചു വച്ചിട്ടാണല്ലോ അവൻ നിന്നെ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പം ഞങ്ങൾക്കും ഇപ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മോളെ എന്ന് പറയാം. അപ്പം നൈന പറയാണ്, അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ലമ്മേ കാര്യങ്ങൾ. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുമുണ്ട്. ആദർശേട്ടൻ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പം കനക പറയുന്നുണ്ട്, പിന്നെ ആ കൊച്ച് ആദർശിൻ്റെ ആണെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനി എന്ത് തെറ്റ് ചെയ്തില്ലെന്നാ മോളെ നീ പറയുന്നത്? അതൊക്കെ അമ്മയ്ക്ക് വഴിയേ മനസ്സിലാവും. പക്ഷേ ചന്തു മോള് ഇപ്പോൾ ഞങ്ങളുടെ മോള് തന്നെയാണ്. ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ കൊച്ചല്ലെങ്കിലും മറ്റാരുടെ ആയാലും ചന്തുമോളെ എൻ്റെ സ്വന്തം മോളായിട്ട് ഞാൻ വളർത്തൂന്ന് പറയാം. അപ്പം കനക പറയുന്നുണ്ട്, നിനക്ക് ഭ്രാന്താ, നീ പണ്ടേ ഇങ്ങനെയാ, എല്ലാവരോടും സ്നേഹവും അനുകമ്പയൊക്കെ നിനക്ക് കൂടുതലാ. പക്ഷെ ഞങ്ങൾക്കാർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല മോളെ. ഞങ്ങളുടെ മനസ്സിലൊക്കെ തീ കോരി ഇടുക നീ ചെയ്യുന്നത്. അപ്പം ഉടനെ നയന പറയുന്നുണ്ട്, അമ്മ ആ സംസാരമൊക്കെ നിർത്ത്, നന്ദുമോൻ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം കനക പറയാണ്, ആ നന്ദു വിളിക്കാറുണ്ട്, അവൾക്ക് അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൂടി ഓർക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അവൾക്കവിടെ ആ ട്രെയിനർ ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പാവത്തിനെ. അയാൾക്ക് എന്താണാവോ നന്ദുവിനോട് ഇത്ര വൈരാഗ്യം. അപ്പം നയന പറയാണ്, അതെന്തെങ്കിലും ആട്ടമ്മേ, അവൾ പിടിച്ചു നിൽക്കാതെ പറ്റില്ലല്ലോ. ഈ ട്രെയിനിങ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണ്ടേ, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത്. അപ്പം കനകയും പറയാണ്, അതോർത്തിട്ട് എൻ്റെ കുഞ്ഞവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇല്ലേ അവളുടെ പഴയ സ്വഭാവത്തിന് അയാളെ അടിച്ച് നിരപ്പാക്കിച്ച് പോന്നേനെ. അപ്പം നയന പറയാ, അതൊക്കെ അവൾ ചെയ്തമ്മേ, അമ്മയും അച്ഛനും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ അവൾ കൊടുത്തിട്ടുണ്ട്. അപ്പം കനക ചോദിക്കുക, ദൈവമേ, അവൾ അയാളെയും കയറി തല്ലിയോ? ആ, ഒരു ഇരുട്ടടി കൊടുത്തു. അയാൾ മദ്യലഹരിയിലായിരുന്നത് കാരണം ആ കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയില്ല. നന്ദു ആ തല്ലിയതൊന്നും അറിയില്ല. പക്ഷെ കിട്ടേണ്ടതൊക്കെ കിട്ടി. അയാളുടെ കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇവളിനി അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവുമേ, ആ നന്ദുവിനെ ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും ചെല്ലില്ല, അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം അവൾക്ക് കിട്ടുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കനകയും ഗോവിന്ദനും വീട്ടിലുണ്ട്. അങ്ങനെ നയന ഫോണൊക്കെ കട്ട് ചെയ്യാണ്. അതിനൊക്കെ ശേഷം ആദർശിനോട് വന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, അബി എല്ലായിടത്തും ആദർശേട്ടനെ പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുകയാണ്. ആദർശേട്ടൻ്റെ കൊച്ചാണ് ചന്തുമോളെന്നും അതുപോലെ തന്നെ ആദർശേട്ടൻ തെറ്റുകാരനാണെന്നും പുറത്തും പലയിടത്തും പറയുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അമ്മയും അച്ഛനെയൊക്കെ അത് പറഞ്ഞങ്ങ് ബോധിപ്പിച്ച് വച്ചിരിക്കുകയാണ്. കപട സ്നേഹം കാണിച്ച് അവരെയൊക്കെ മയക്കിയിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മുടെ കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് അങ്ങ് താല്പര്യം കാണിക്കുന്നത് അബി. അവൻ്റെ തെറ്റുകളൊക്കെ എന്ന് പുറത്തു വരുമെന്ന് ഓർക്കുമ്പം എനിക്കിപ്പം ടെൻഷനാന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താന്ന്. എന്നിട്ടിപ്പം നീയല്ലേ സമ്മതിക്കാതിരുന്നത്? അതുപോലെ മുത്തശ്ശനും. നവ്യയുടെ ജീവിതം ഓർത്ത് നമ്മൾ ഈ സഹിച്ചതൊക്കെ അവസാനം നമുക്ക് കുറ്റമായിട്ടാണ് വരുന്നത്. പക്ഷേ ഞാനിതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. നീ എൻ്റെ കൂടെയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ചെറിയച്ഛനും എല്ലാം ഉണ്ട്. പിന്നെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സത്യം അറിയാത്തവരുള്ളൂ. അത് പല കാരണം കൊണ്ട് നമ്മൾ അറിയിക്കാത്തവരാണ്. അബിയുടെ മനസ്സിലും എന്തെങ്കിലും ഒരു സൂചന കാണും. അവൻ എന്തായാലും അറിയാം ആ കുഞ്ഞ് അവൻ്റെ ആണെന്ന്, എൻ്റെ അല്ലെന്ന്. പിന്നെയും ഞാൻ അതിനെപ്പറ്റി ഒരു അന്വേഷണമൊന്നും നടത്താൻ മുതിരാത്തത് എന്താണെന്ന് ചിലപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ അവന് തോന്നുമായിരിക്കും ചിലപ്പോൾ. ഞാൻ മനഃപൂർവ്വം ഇത് ഏറ്റെടുത്തതാണെന്നും അവനറിയാം. പിന്നെ എനിക്കിപ്പോൾ ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നാലും ഒന്നുമില്ല. ചന്തുമോള് നമ്മുടെ മോള് തന്നെയല്ലേ, നീ തന്നെയല്ലേ അത് പറഞ്ഞത്. അതെ ആദർശേട്ടാ, പക്ഷേ അബിയുടെ കള്ളക്കളികളൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട്. അത് ആപത്താണ്. അബി പല രീതിയിൽ പണം വെട്ടിക്കുന്നുണ്ട്. വീട്ടിൽ വന്നിട്ടാണെങ്കിലും നവ്യേച്ചിയോടും മറ്റുള്ളവരോടും ഒക്കെ എന്ത് മോശമായിട്ടാണ് പറയുന്ന ആദർശേട്ടനെ കുറിച്ചിട്ട്. എന്തൊക്കെയോ നേടിയെന്ന വലിയ ഭാവത്തിലാണ് അബിയുടെ നടപ്പ്. ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം ആദർശേട്ടനെ അടിച്ചമർത്താനും അതുപോലെ അവൻ പൊങ്ങി നിൽക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാണുമ്പം എനിക്ക് ചില സമയം നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാം അങ്ങ് വിളിച്ച് പറഞ്ഞാലോ എന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോകുന്നുണ്ട് ആദർശേട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, നീ ഭയങ്കര നന്മമരമല്ലേ, നിനക്കൊന്നും വിളിച്ചു പറയാൻ തോന്നില്ലല്ലോ, എല്ലാം സഹിച്ച് ഭൂമിയോളം ക്ഷമിച്ച് ജീവിക്കാൻ നീ തയ്യാറല്ലായിരുന്നോ? അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ എപ്പോഴേ എല്ലാവരും അറിഞ്ഞ് അബി ഈ വീടിന് പുറത്തായേനെ.
അബി ഈ വീടിന് പുറത്താക്കണമെങ്കിൽ മുത്തശ്ശൻ ഇപ്പം വേണേലും ആക്കാലോ ആദർശേട്ടാ. പക്ഷെ മുത്തശ്ശനല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ട. നവ്യേച്ചിയും കുഞ്ഞും ഇങ്ങോട്ട് വന്ന ഉടനെ അവരുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ആദർശ് പറയാം, അതേ നയനെ, എല്ലാം നല്ലതിനായിരിക്കും. പക്ഷെ ആദർശേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. അബി കമ്പനിയിൽ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യണം. കമ്പനിയിലെ ആ കേസിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ കേസിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അബിയുടെ വഴിയാണെന്ന് തോന്നുന്നു. അയാൾ ആരോടോ പണം വാങ്ങിച്ചിട്ടാണ് അന്വേഷണം നടത്തുന്നത്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുകയോ എന്തിന് അവിടുത്തെ സ്റ്റാഫിനെ പോലും മുഴുവൻ ചോദ്യം ചെയ്തിട്ടില്ല. എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങി പോവുകയാണെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അത് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേന്ന് ചോദിക്കുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, അത് നേരെ നയനെ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനൊരു പ്രശ്നം. ജ്വല്ലറിയിൽ ചില തിരിമറികളും പണത്തിൻ്റെ ഇടപാടിൽ ചില മാറ്റങ്ങളും സ്വർണത്തിൻ്റെ മൂല്യത്തിൽ ചില പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട്. വലിയ കേസൊന്നും അല്ലാത്തത് കൊണ്ടാണ് അത് മുത്തശ്ശനുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. അത് അവിടെ വെച്ച് തന്നെ സ്റ്റാഫിനെയൊക്കെ ഞാൻ ചോദ്യം ചെയ്ത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം പുറത്തു വന്നാൽ നമ്മുടെ കമ്പനിക്ക് ജ്വല്ലറിക്ക് തന്നെയല്ലേ മോശം. നമ്മുടെ സ്വർണത്തിന് ഒരു മൂല്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനിയിപ്പം ഇല്ലാതാവില്ലേ. അതുകൊണ്ടാണ് ഇതൊന്നും ന്യൂസാക്കാതെ ഇരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ നയനെ പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ചിലരായിരിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ. അതാരാണെന്ന് കണ്ടെത്തണമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അന്ന് മുത്തശ്ശനും കൂടെ കൂടിയിട്ട് തന്നെയാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. അങ്ങനെയാണ് ആ SIയെ അന്വേഷണത്തിന് നിയമിച്ചതും. എന്നിട്ടിപ്പോൾ അയാൾ അന്വേഷിക്കാത്തതിന് എന്ത് ചെയ്യണം? അന്ന് ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പം അയാൾ വിറച്ച് സമ്മതിക്കാൻ പോയതാ. പിന്നെയും മുത്തച്ഛൻ്റെ കാല് പിടിച്ച് അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ തൊട്ട് ഇവിടുത്തെ സ്റ്റാഫായിരുന്നെന്നും അവരാരും ഇതുപോലൊരു കള്ളത്തരം കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസനീയമല്ല. അയാളുടെ കയ്യിൽ ഒരുപാട് കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നയനെ. അപ്പം നയനയും പറയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആദർശേട്ടാ, ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് ആദർശേട്ടനൊന്നും തോന്നരുത്. എന്താ നയനെ, നീ പറ. അല്ല, എൻ്റെ ഒരു തോന്നല ആദർശേട്ടാ. എന്താന്ന് നീ പറ, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് അബിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആദർശേട്ടാ. അബിയുടെ ആ സമയത്തെ ഒരു വെപ്രാളവും വിഷമവും ഒക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനൊരു കാര്യം ആ ഒരു സ്റ്റാഫ് നടത്തണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ആരുടെയോ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏതായാലും അച്ഛനും ചെറിയച്ഛനും ഒന്നും ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടു നിൽക്കില്ല. പിന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് അബിയാണ്. അബി നിൽക്കാൻ സാധ്യത തന്നെയല്ല, അബി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അബി അങ്ങനെ ആവശ്യമില്ലാത്ത രീതികളിലൊക്കെ പോയി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവന് 50,000 രൂപ മാത്രമേ ശമ്പളമായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നും അതുകൊണ്ട് അവൻ്റെ ഒരു ചെലവുകൾക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ട് അതിലിരട്ടി പണം ഉണ്ടാക്കണം എന്നൊക്കെ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം ശക്തമാക്കി അബി എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയണം ആദർശേട്ടാ. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാണ്, ശരിയാ നയനെ, എനിക്കും അവനെ നല്ല സംശയമുണ്ട്. പക്ഷേ നമുക്കവനെ പിടിച്ച് നേരിട്ട് ചോദ്യം ചെയ്താൽ അവനതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. അതുമല്ല, അങ്ങനെ ചെയ്താൽ അതിനെന്താ തെളിവ്? നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് എല്ലാവരും പറയില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നയന പറയാണ്, ഈ ഉദ്യോഗസ്ഥൻ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ആദർശന് ഒരു കാര്യം ചെയ്യ്, മുത്തച്ഛനോട് സംസാരിച്ച്, മുത്തച്ഛന് മുകളിൽ നല്ല പിടിപാടൊക്കെ ഉള്ളതല്ലേ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ നല്ലൊരാളെ വെക്കാൻ പറ. അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. നമ്മുടെ ജ്വല്ലറിയിൽ വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ജ്വല്ലറിയുടെ നാശത്തിന് തന്നെയല്ലേ വഴിവെക്കുള്ളൂ. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും ജ്വല്ലറിക്ക് അകത്തുനിന്നുള്ള ഒരാളാണ് ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അതിനിപ്പോൾ ആരായാലും. അപ്പോൾ ആദർശ് പറയാ, ശരിയാ നയനെ, ഞാൻ ഇന്ന് തന്നെ മുത്തശ്ശനോട് സംസാരിക്കാം. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ വെച്ച് അന്വേഷണം നല്ല രീതിയിൽ പോകാനായിട്ട്. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അനന്തപുരിയിലെ ചന്തുമോളുടെ പ്രശ്നങ്ങളും ചന്തുമോളുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഞാനാകെ ഡൗൺ ആയത്. പിന്നെ എനിക്ക് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ ദിവസത്തേക്ക് ഞാനങ്ങ് ഡൗൺ ആയിരുന്നു. പിന്നെ ഇപ്പോൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുകയും നിങ്ങളൊക്കെ തന്ന ധൈര്യം മുന്നോട്ട് വരികയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിനൊക്കെ പറ്റുന്നതെന്ന് പറയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോയി മുത്തശ്ശനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയാം.
അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എന്താ ആദർശേ, ചന്തുമോളുടെ കാര്യമാണോ നീ പറയാൻ വരുന്നേ? അതൊന്നും അല്ല മുത്തശ്ശ, അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ല. ചന്തുമോൾ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ അനന്തപുരിയിൽ വളർന്നോട്ടെ. അതിനി ആർക്ക് എന്തെങ്കിലും തർക്കമോ സംശയമോ ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെപ്പോലുള്ളവരെല്ലാം അംഗീകരിച്ചല്ലോ, മനസ്സിലാക്കിയല്ലോ, അത് മതി. പിന്നെ എന്താ ആദർശേ? അത് നമ്മുടെ ജ്വല്ലറിയിലെ കാര്യം തന്നെയാണ് മുത്തശ്ശ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ തിരിമറികൾ അവിടെ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കംപ്ലൈൻറ്റുകളും ഒക്കെ ആയതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുകയായിരുന്നു. കാരണം ഇതൊക്കെ പുറത്തോട്ട് പോയാൽ അത് ജ്വല്ലറിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതൊന്നും പുറത്തു വിടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നയനയുമായിട്ട് സംസാരിച്ചപ്പോൾ നയന പറയുന്നത് അത് ശരിക്കും അന്വേഷിച്ച് കണ്ടെത്തണം, ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ തെറ്റ് ചെയ്യുന്ന ആൾ ആവർത്തിക്കും, അത് നിർത്തണം എന്നാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് സത്യമല്ലേ മോള് പറഞ്ഞത്? ആ തെറ്റ് വീണ്ടും അയാൾ നമ്മുടെ ജ്വല്ലറിക്കകത്ത് നിന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി നശിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആദർശേ. അപ്പം ആദർശ് പറയാണ്, അന്വേഷണത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലല്ലോ മുത്തശ്ശ. അതൊക്കെ എഴഞ്ഞ മട്ടാണ്. ആ SI അത്ര പോരെന്നാണ് തോന്നുന്നത്. അയാൾ മറ്റാരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഈ കേസ് അന്വേഷിക്കാതിരിക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതുപോലെ സ്റ്റാഫിനെ പോലും ശരിയായ രീതിയിലൊന്ന് ചോദ്യം ചെയ്യാൻ അയാൾ വന്നിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രം മറുപടി തരിക ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, ചിലപ്പോൾ അതൊക്കെ കാണും. ഇതിൻ്റെ പുറകിൽ ആരാണോ ഉള്ളത് അവൻ തന്നെ കാണും ആ SIയുടെ പുറകിലും. കുറച്ച് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അയാൾ അത് ഒതുക്കി തീരുമാനിച്ചതായിരിക്കും. അപ്പോൾ ആദർശ് പറയണം, മുത്തശ്ശന് മുകളിലൊക്കെ നല്ല പിടിപാടില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒന്ന് മാറ്റി ശരിയായ രീതിയിൽ അന്വേഷണം വരാനായിട്ട് മുഖ്യമന്ത്രിക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു പരാതി കൊടുത്തൂടെ മുത്തശ്ശ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായും അത് ചെയ്യാം ആദർശേ, നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ, അവിടെ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കാൻ പാടില്ല. ഇതുവരെ അങ്ങനെ ഒരു കള്ളത്തരം ഈ മൂർത്തിയുടെ കാലത്ത് നടന്നിട്ടുമില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തി അയാളെ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കണം. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ നീക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ കൊടുക്കുവാണ് കേട്ടോ അപേക്ഷ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം നല്ല വിശ്വസ്തനായ ഒരാളെ വെക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരികയും അയാളെ മാറ്റുകയും ചെയ്യുകയാണ് കേട്ടോ. അതിന് പകരം പുതിയൊരു SIയെ ചാർജ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു പുതിയ SI വരുന്നുണ്ട്. അയാളാണ് കേട്ടോ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അയാൾ ആളൊരു ചൂടനാണെങ്കിലും നല്ല ഒരു സത്യസന്ധനായ വ്യക്തിയാണ് കേട്ടോ. അങ്ങനെ അയാൾ ജ്വല്ലറിയിൽ എത്തുകയും ഓരോ സ്റ്റാഫിനെയും വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യാണ്. അന്നേരം പലരും അതിൽ ഉൾപ്പെടാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിടുകയാണ്. എന്നാൽ നമ്മുടെ ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആകപ്പാടെ വെപ്രാളത്തിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നെന്ന് അറിയുമ്പോൾ തന്നെ അബിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ ആകെ മൊത്തം പ്രശ്നമായല്ലോ. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയിട്ട് ഇപ്പം പകരം പുതിയൊരാളല്ലേ വന്നിരിക്കുന്നത്. അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ സാറിൻ്റെ പേര് തന്നെ ചിലപ്പോൾ പറഞ്ഞു പോകുമെന്ന് പറയാണ്. അപ്പോൾ അബി പറയാണ്, നിന്നെ ഞാൻ കൊല്ലും, എന്തൊക്കെ വന്നാലും എൻ്റെ പേര് നീ പറയാനേ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ഉരുണ്ട് കളിച്ചൊക്കെ നിന്നോണമെന്ന് പറയാണ്. ഞാൻ പരമാവധി നോക്കാം സാറേ, നീ സാറിൻ്റെ മുത്തശ്ശൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഈ SI വന്ന ഉടനെ തന്നെ അയാളെ ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുമ്പം അയാൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ പണ്ട് തൊട്ടേ ഇവിടെ എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ തൊട്ടേ ഇവിടെ ജോലി എടുക്കുന്നതാണ്. അവരാരും ചെയ്യാത്തൊരു കുറ്റം ഞാൻ ചെയ്യില്ല. ഞാൻ വിശ്വസ്തനാണ്. ഇവിടുത്തെ അന്നമാണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, അന്നമാണോ കഴിക്കുന്നതെന്ന് ജയിലിൽ ചെന്ന് 2 ഇടി കിട്ടുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയാം. അപ്പോൾ അയാൾ പേടിച്ചു പോവുക. അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണേ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശനും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അബിയും ഉണ്ട്. അബിയാണെങ്കിൽ അയാളെ കണ്ണും കൈയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, മിണ്ടരുതെന്നുള്ള രീതിയിൽ. അങ്ങനെ മുത്തശ്ശൻ നേരെ ചെന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, എടോ സത്യം പറ, തന്നെ എനിക്കറിയാം, തൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും വരെ ഈ ജ്വല്ലറിയിൽ ഞാൻ ജോലിക്ക് നിർത്തിയിട്ടുള്ളതാണ്. അവരാരും ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല. സ്വർണത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ വിശ്വസ്തരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്നെയും ഇവിടെ ജോലിക്ക് നിർത്തിയത്. തൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പം ഇവിടെ തന്നെ ജോലിക്ക് ഒരു മടിയും കൂടാതെ നിർത്തിയത് ആ വിശ്വാസ്യത കൊണ്ടാണ്. അതാണ് താനിപ്പോൾ ഇല്ലാതാക്കുന്നത്. താൻ അറിയാതെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കില്ല. ഇനി
ഈ മൂർത്തിയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് സത്യം പറയാം, ഇവിടെ ആരാ തന്നെ സഹായിച്ചത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരാ സഹായിച്ചതെന്ന്. അപ്പോൾ ഉടനെ തന്നെ അയാൾ ഞെട്ടി വിറയ്ക്കുകയാണ് കേട്ടോ. ഉടനെ പറയാണ്, അത് ഞാൻ പറയാം, അഭിസാർ എന്നെ കൊല്ലും, അഭിസാറാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത്, അഭിസാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരാളാണല്ലോ, ഈ ട്രസ്റ്റിലെ അംഗമാണല്ലോ അഭിസാർ പറഞ്ഞപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് അഭിസാർ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പം അഭി പറഞ്ഞിട്ടാണല്ലേ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ നേരെ അഭിയുടെ നേരെ തിരിയുക, എന്നിട്ട് ചോദിക്കുക, എടാ നീ പറഞ്ഞിട്ടാണ് ഇവനല്ലേ ഇതെല്ലാം ചെയ്തത്, ഇവിടെ ഈ കള്ളത്തരം മുഴുവൻ ചെയ്തത് നീയാണല്ലേ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ നീ കൈയിട്ട് വാരുവാണോടാ എന്ന് ചോദിച്ചു. ഒരെണ്ണം പൊട്ടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ ഈ കള്ളത്തരം ചെയ്യുന്ന നീ ഈ ഗ്രൂപ്പിൽ വേണ്ട, ഈ നമ്മുടെ ഈ ജ്വല്ലറിയിൽ നീ വേണ്ട, നിന്നെ ഈ ജ്വല്ലറിയിൽ നിന്ന് ഞാൻ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. നിനക്കിതിന് യാതൊരു അർഹതയില്ലടാ, പല പ്രാവശ്യം പല കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതാ. പക്ഷേ ഇപ്പം നീ ചെയ്തതുണ്ടല്ലോ, ഇതുപോലെ കുടുംബത്തിലും നീ പല കള്ളത്തരങ്ങളും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് വേറെ ചില കാരണങ്ങളുടെ പേരിലാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇതതുപോലെയല്ല, നീ ഇനി ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ പരിസരത്ത് പോലും വരാൻ പാടില്ല. സാറേ, ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ, കേസ് കളിക്കട്ടെ, കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ, എന്നാലേ ഇവൻ പഠിക്കുള്ളൂ. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കൈയിട്ട് വാരി കള്ളത്തരം കാണിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നീ ആരാണ് മോൻ? നീ ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ സാറേ എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്